നമസ്കാരം, തെസ്നിം ആണ്. നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു 15 സെന്റിൽ നമ്മളൊരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്. ഈ പ്രോജക്റ്റിന്റെ പ്രത്യേകത അതിന്റെ പ്ലോട്ടാണ്. അതിമനോഹരം. കാരണം അത്രയും ഹൈറ്റിൽ ഹിൽ വ്യൂ ഒക്കെ ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. നമ്മുടെ ക്ലയന്റിന്റെ പേര് ഷമീം എന്നാണ്. ആൾ ഒരുപാട് പ്ലോട്ടുകളൊക്കെ തപ്പി കുറെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് അവസാനമാണ് നമ്മുടെ ഈ പ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ പ്ലോട്ടിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റിന് ചോടെയുള്ള ഒരു വീടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ പ്ലോട്ടിൽ നമ്മൾ പ്ലാൻ വരക്കുന്നതും അതിനെ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റയിലോ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇപ്പൊ നിൽക്കുന്നതാണ് നമ്മുടെ കാക്കൂരത്തെ സൈറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സൈറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്കിലായിട്ട് ഫുള്ള് പച്ചപ്പാണ്. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു മഴയൊക്കെയുള്ള ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മയിലിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഇവിടുത്തെ ഈ കാറ്റാണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡർ എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇതുപോലത്തെ നല്ല കാഴ്ചകളൊക്കെ ഉള്ള സൈറ്റിൽ ഒരു പ്രോജക്റ്റ് കിട്ടുക, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇവിടുത്തെ ഈ പ്രോജക്റ്റും ഈ പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ക്ലയൻറ്റുമായിട്ടുള്ള അഭിമുഖങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഇനിഷ്യൽ സ്റ്റേജാണ്. അതായത് ഫസ്റ്റ് ഒരു തവണ ഒന്ന് സൈറ്റ് കണ്ടിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ സ്കെച്ചിൽ കുറച്ച് കാര്യങ്ങൾ കറപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ സൈറ്റ് സ്കെച്ചിൻ്റെ ബാക്കി മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുക, അതിനുശേഷം പ്ലാൻ വരച്ചു തുടങ്ങുക. അപ്പം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.